തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സുമയ്യയ്ക്ക് ഇന്ന് വിദഗ്ധ പരിശോധന. ഗൈഡ് വയർ പുറത്തെടുക്കാൻ സാധിക്കുമോ എന്നതാണ് വിദഗ്ധ സംഘം പരിശോധിക്കുക. പുറത്തെടുക്കാതെ ഇരിക്കുന്നതാണ് ഉചിതമെന്നായിരുന്നു മെഡിക്കൽ ബോർഡ് വിലയിരുത്തൽ. തിരുവനന്തപുരം ജനറൽ ആശുപത്രി ശസ്ത്രക്രിയയ്ക്കിടെ ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ കാട്ടാക്കട സ്വദേശിനി സുമയ്യയെ ഇന്ന് വിദഗ്ധ സംഘം പരിശോധിക്കും. ഗൈഡ് വയർ പുറത്തെടുക്കാനാകുമോ എന്നാകും പരിശോധിക്കുക. വയർ പുറത്തെടുക്കാതിരിക്കുന്നതാണ് ഉചിതമെന്നായിരുന്നു മെഡിക്കൽ ബോർഡ് വിലയിരുത്തൽ. ധമനികളോട് ഒട്ടിച്ചേർന്നിരുന്നതിനാൽ വയർ മാറ്റാൻ ശ്രമിക്കുന്നത് സങ്കീർണമാകുമെന്നാണ് നിഗമനം. വയർ കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നും മെഡിക്കൽ ബോർഡ് വിലയിരുത്തിയിരുന്നു. എന്നാൽ ശ്വാസമുട്ടലടക്കം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് സുമയ്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തുടർ പരിശോധനകൾ. 2023 മാർച്ച് 22 നടത്തിയ ശസ്ത്രക്രിയയ്ക്കിടെയാണ് സുമയ്യയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയത്. ഡോക്ടർമാർക്ക് ഗുരുതര പിഴവ് സംഭവിച്ചെന്ന് ആരോഗ്യമന്ത്രി തന്നെ സമ്മതിച്ചെങ്കിലും ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല. ജനം, തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കൊല്ലം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കരിപ്രസാദം നിർമ്മിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ. തിടപ്പള്ളിയിൽ നിർമ്മിക്കേണ്ട കരിപ്രസാദം തൊട്ടടുത്ത വാടക വീട്ടിൽ നിർമ്മിക്കുന്നതായി കണ്ടെത്തി ഹിന്ദു ഐക്യവേദി BJP പ്രവർത്തകരാണ് കണ്ടെത്തിയത്. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറെ തടഞ്ഞുവെച്ചു. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, വളരെ പുണ്യവും പരിപാവനവുമായി കണക്കാക്കുന്ന കരിപ്രസാദമാണ് ഇപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ നിർമ്മിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ. ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെയാണ്. അതായത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഭക്തരെ പ്രധാനമായി കണക്കാക്കുന്ന ഈ ഒരു കരിപ്രസാദമാണ് ഇപ്പോൾ തൊട്ടടുത്ത ഒരു വാടക വീട്ടിൽ വൃത്തിഹീനമായ രീതിയിൽ നിർമ്മിക്കുന്നത് കണ്ടെത്തിയിട്ടുള്ളത്. അവിടെ ഉണ്ടായിരുന്ന BJP ഹിന്ദു ഐക്യവേദി പ്രവർത്തകരാണ് അവിടേക്ക് എത്തി ഈ ഒരു സംഭവം, അതായത് ഈ വീട്ടിലേക്ക് ഇവർ എത്തിയപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവർ ആ മുറി പൂട്ടിയ ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഈ കൊട്ടാരക്കര ദേവസ്വം ഓഫീസിലേക്ക് BJPയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അവിടെ ഉണ്ടായിരുന്ന ഹിന്ദു ഐക്യവേദി പ്രവർത്തകരടക്കം ഈ ഒരു വിവരം അറിഞ്ഞുകൊണ്ട് ഈ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച, അവിടെ ഇലകളിലും അതോടൊപ്പം തന്നെ പാക്കറ്റുകളിലും ഈ കരിപ്രസാദവും ഭസ്മവും അടക്കം പാക്ക് ചെയ്യുന്നതും നിർമ്മിക്കുന്നതും ഒക്കെയാണ്. സാധാരണയായി കൊട്ടാരക്കര ക്ഷേത്രത്തിൽ, അതായത് ഈ ഗണപതി ഹോമം കഴിഞ്ഞുള്ള കരിപ്രസാദം അതിനുശേഷം ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ തിടപ്പള്ളിക്കുള്ളിൽ വെച്ചാണ് ഈ പ്രസാദം നിർമ്മിക്കേണ്ടത്. അതിന് നമുക്കറിയാം, ഈ ദർഭപുല്ലൊക്കെ കരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പാവനമായിട്ടുള്ള ആ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ഈ പ്രസാദം ഉണ്ടാക്കേണ്ടത്. എന്നാൽ അത് പുറത്തു നിന്നും ഈ കരിപ്രസാദം ഉണ്ടാക്കുന്നു എന്നുള്ള വിവരം അത് നേരത്തെ തന്നെ ഭക്തജനങ്ങൾക്ക് ലഭിച്ചിരുന്നു. പുറത്തു നിന്നും ഈ കരിപ്രസാദം ഉണ്ടാക്കി ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുവരുന്നു എന്നത്. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുമ്പോൾ പുറത്തൊരു വാടക വീട്ടിൽ ഇങ്ങനെ നിർമ്മാണം നടക്കുന്നു എന്ന് അറിയുന്നത്. അതായത് വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷമാണ് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. തറയിലൊക്കെ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഈ കരിപ്രസാദം ഈ പാക്കറ്റുകളിലൊക്കെ ആക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത് എന്നതിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അവിടേക്ക് ദേവസ്വം അധികൃതർ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ തന്നെ ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ ചേർന്നുകൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം ദേവസ്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് ഇത്തരമൊരു സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെയുള്ള ഭക്തരൊക്കെ പറയുന്നത്. കാരണം അല്ലാതെ ഒരിക്കലും ക്ഷേത്രത്തിന് പുറത്തു നിന്നും ഈ കരിപ്രസാദം ഉള്ളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് ദേവസ്വം അറിഞ്ഞിരിക്കണം. മേൽശാന്തിയുടെ പേരിൽ വാടകയ്ക്കെടുത്ത വീടെന്നൊക്കെയാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. എന്തൊക്കെയായാലും അവിടെ ഉണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ നേരത്തെ നമുക്കറിയാം. അവിടെ ഈ മോദകവും അതോടൊപ്പം ഉണ്ണിയപ്പവും അടക്കമുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ വരുന്നത്? ഇക്കാര്യത്തിലും പ്രതിഷേധം ഉണ്ടായിരിക്കുമോ? തീർച്ചയായും ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഹിന്ദു ഐക്യവേദി BJP പ്രവർത്തകർ അവിടെ ഇപ്പോൾ ഈ സ്ഥലത്തുണ്ട്. അതായത് ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ വീട് ഉള്ളത്. ഈ വീട്ടിനുള്ളിലാണ് ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. സാധാരണയായി ഈ ക്ഷേത്രത്തിനുള്ളിൽ നിർമ്മിക്കേണ്ട പ്രസാദം അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന കരിപ്രസാദം, പ്രസിദ്ധിയായിട്ടുള്ള കരിപ്രസാദമാണ്. അത് പുറത്തു നിന്നും നിർമ്മിച്ച് ഈ ഭക്തരെ വഞ്ചിതരാക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ അവിടെ അധികൃതർ ചേർന്നുകൊണ്ട് നടത്തുന്നതെന്നാണ് ഉയരുന്ന ആരോപണം. എന്തായാലും ഈ കരിപ്രസാദം ഉൾപ്പെടെ അവിടെ ഇരിക്കുന്നത് അവിടെ എത്തി നേരിട്ട് തന്നെയാണ് ഇവരൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അവിടെ ദേവസ്വം അധികൃതരെയും തടഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ പുറത്തുള്ള വീട്ടിൽ ഈ
എത്തുന്നത് എന്നുള്ള കാര്യമൊക്കെ അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ഇതിൽ കൃത്യമായിട്ടൊരു നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഉയർന്ന ആവശ്യം. ഇത് മാത്രമല്ല, മുൻപും ഈ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് അഴിമതിയും അതോടൊപ്പം തന്നെ ഉണ്ണിയപ്പം നിർമ്മിക്കുന്നതിലായാലും മോദകം വിൽക്കുന്നതിലായാലും ഒക്കെ വലിയ തരത്തിലുള്ള കള്ളക്കളികൾ കണ്ടെത്തിയിരുന്നു. കീഴ്ശാന്തിയുടെ നേതൃത്വത്തിൽ പുറത്തൊരു ഗോഡൌണിലെത്തിച്ച് ഈ മോദകം വിൽക്കുന്നത് ഉൾപ്പെടെ ജനം TV മുൻപ് വാർത്തയാക്കിയിരുന്നു. ഏതായാലും അതിന് പിന്നാലെയാണ് ഇത്തരമൊരു സംഭവം കൂടെ. അതായത് ഈ ഭഗവാന്റെ പ്രസാദം എന്ന് പറയുന്നത് തന്നെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ആ പ്രസാദത്തിന് വേണ്ടി ഏറെ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ഭക്തരുണ്ട്. അവർക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ഈ പ്രസാദമാണ് ഇങ്ങനെ ഒരു വൃത്തിഹീനമായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിച്ച് ഈ നിർമ്മിക്കുന്നതും അത് പാക്കറ്റുകളിലാക്കുന്നതും അതിന് അന്യസംസ്ഥാന തൊഴിലാളികളെ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിവരം പുറത്തു വരുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെയാണ്. ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ, ഈ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ സ്വർണ്ണക്കൊള്ളയുൾപ്പെടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വിശ്വാസികൾക്ക് നൽകുന്ന ഈ പ്രസാദത്തിൽ പോലും ഇത്തരത്തിലൊരു അഴിമതി കാണിക്കുന്ന ഒരു സംഭവം പുറത്തേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് പുറത്തു വെച്ച് നിർമ്മിക്കുന്നത്, അതിനുവേണ്ടി എന്താണ് ഉള്ളത് എന്നൊക്കെ കൂടുതൽ അന്വേഷണത്തിലൂടെ പുറത്ത് കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പോലീസ് ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഇനി അല്പസമയത്തിനകം തന്നെ, അതായത് കൂടുതൽ പോലീസ് ഈ സ്ഥലത്തേക്കെത്തി പ്രവർത്തകരെ പിന്തിരിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ദേവസ്വം അധികൃതരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. അത് ആരുടെ നിർദ്ദേശപ്രകാരമാണോ ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനം മറ്റൊരു വീട്ടിൽ നടന്നിട്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ ക്ഷേത്രത്തിലെ പ്രസാദം നിർമ്മിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെയാണ്. അങ്ങനെ ഒരിക്കലും ഒരു ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള അല്ലെങ്കിൽ ഒരു മഹാക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പ്രസാദം അതൊരു വ്യക്തിയുടെയും വീട്ടിൽ വൃത്തിഹീനമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിർമ്മിക്കേണ്ടതല്ല. അത് ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിലാണ് നിർമ്മിക്കേണ്ടത്. ആ തിടപ്പള്ളിയിൽ നിർമ്മിക്കുന്ന ഈ ഭസ്മമായാലും ഈ പ്രസാദമായാലും അതൊക്കെ ഭക്തിയോടെ അവിടെ എത്തുന്ന ഭക്തർ അത് ചാർത്തി പോകുകയാണ്. എന്തായാലും ഈ ഇത്തരത്തിലൊരു സംഭവം അറിഞ്ഞത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമാണ്. കാരണം അവർക്ക് തന്നെ ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു പ്രസാദമാണ് കരിപ്രസാദം. അത് ഗണപതി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഗണപതി ഹോമം എന്നും പ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെ അത്രയധികം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കരിപ്രസാദത്തിന് വേണ്ടി അവിടെ എത്തി നിൽക്കുന്ന ഓരോ ഭക്തരെയും വിഷമിപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ രംഗങ്ങൾ. അതൊക്കെ ദൃശ്യസഹിതം ഇപ്പോൾ ജനം TV പുറത്തുവിടുകയാണ്. ഈ വീട്ടിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കരിപ്രസാദം അത് അവിടെ ഇലയിലും പാക്കറ്റുകളിലും ഒക്കെയാക്കി വച്ചേക്കുന്ന ആ ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വരികയാണ്. എന്തായാലും ഹിന്ദു ഐക്യവേദി പ്രവർത്തകരാണ് BJP പ്രവർത്തകരുടെ കൊണ്ടാണ് ഇത്തരത്തിലൊരു കള്ളക്കളി ദേവസ്വത്തിന്റെ അറിവോടെ നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കണമെന്നാണ് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത്. കാരണം ഈ നടപടി ഉണ്ടായില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപാട് ആവർത്തിക്കുമെന്ന് തന്നെയാണ്. അത് മുൻപ് ഉണ്ണിയപ്പ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അഴിമതിയായാലും അതിനുശേഷം നടന്നിട്ടുള്ള ഈ വിനായക ചതുർത്ഥി ദിനത്തിലാണ് മോദകം പുറത്തൊരു ഗോഡൌണിൽ എത്തിച്ച് വിൽക്കുന്ന ദൃശ്യസഹിതം ജനം TV വാർത്ത വിട്ടത്. ശരി, വളരെ വ്യക്തമാണ്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലും ഇപ്പോൾ ആചാര ലംഘനം നടന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്.